1000 കോടി കളക്ഷൻ നേടി ജനങ്ങളെ ഞെട്ടിച്ച സംവിധായകരുടെ ആദ്യ സിനിമയുടെ ബോക്സ് ഓഫീസ് നിലവാരം. തേർഡ് പ്ലേസിൽ രാജമൗലി. ബാഹുബലി ഇന്ത്യൻ സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഇതിഹാസങ്ങളിലൊന്ന്. പ്രഭാസിന്റെ തലവര തന്നെ മാറ്റിയ ചിത്രം. 2017 പുറത്തിറങ്ങിയ ബാഹുബലി 2 1800 കോടിയോളമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് വാരിക്കൂട്ടിയത്. അമരേന്ദ്ര ബാഹുബലി മരണപ്പെട്ടു. ഇപ്പോൾ നിങ്ങളുടെ പുതിയ മഹാരാജാവ് മഹേന്ദ്ര ബാഹുബലി. ഇദ്ദേഹത്തിന്റെ ആദ്യ സിനിമ പുറത്തിറങ്ങുന്നത് 2001 ജൂനിയർ NTR വെച്ച് സ്റ്റുഡന്റ് നമ്പർ 1 എന്ന സിനിമ 2 കോടി രൂപ ബഡ്ജറ്റിൽ നിർമ്മിച്ച് ഈ സിനിമ 22 കോടിയോളമാണ് ബോക്സ് ഓഫീസിൽ നിന്നും വാരിക്കൂട്ടിയത്. സെക്കൻഡ് പ്ലേസിൽ അറ്റ്ലി. വെറും 6 സിനിമകൾ കൊണ്ട് ഇന്ത്യൻ സിനിമയിൽ തന്റേതായ ഒരു സ്ഥാനം കരസ്ഥമാക്കിയ സംവിധായകൻ. ഒത്തിരി നെഗറ്റീവ് വിമർശനങ്ങൾ തനിക്കെതിരെ വന്നിട്ടുണ്ടെങ്കിലും അറ്റ്ലിയുടെ സിനിമ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. 2023 അറ്റ്ലിയുടെ ഹിന്ദിയിലെ അരങ്ങേറ്റ ചിത്രമായിരുന്നു ജവാൻ. ഷാറൂഖ് ഖാനെ വെച്ച് അറ്റ്ലി ആദ്യ 1000 കോടി അടിച്ചെടുത്തു. അറ്റ്ലിയുടെ ആദ്യ സിനിമ 2013 പുറത്തിറങ്ങിയ രാജാറാണിയായിരുന്നു. 18 കോടി ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ ഏകദേശം 50 കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് വാരിക്കൂട്ടിയത്. ഫസ്റ്റ് പ്ലേസിൽ നാഗ് അശ്വിൻ. അധികമാരും കേൾക്കാത്ത പേര്. വെറും 3 സിനിമകൾ മാത്രമാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. 3നും മികച്ച സംവിധായകനുള്ള പുരസ്കാരവും നേടിയെടുത്തു. ബാഹുബലിക്ക് ശേഷം പ്രഭാസ് സിനിമകൾ ബോക്സ് ഓഫീസിൽ വലിയ വിജയം കണ്ടിട്ടില്ല. അങ്ങനെയിരിക്കെ പ്രഭാസിനെ കൊണ്ട് തന്നെ 1000 കോടി അടിച്ചെടുത്ത സംവിധായകൻ. 2024 കൽക്കി. കഥാപശ്ചാത്തലം കൊണ്ടും കഥാപാത്രങ്ങൾ കൊണ്ടും ജനമനസ്സുകളെ പിടിച്ചിരുത്തിയ സിനിമ. ബാഹുബലിക്ക് ശേഷം സംതൃപ്തിയോടെ ജനങ്ങൾ തിയേറ്ററിൽ നിന്നും പുറത്തിറങ്ങിയ സിനിമ. പ്രഭാസിന്റെ മറ്റൊരു മൈൽ സ്റ്റോൺ ക്യാരക്ടർ. 600 കോടി ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ സിനിമ 1200 കോടിയോളമാണ് വാരിക്കൂട്ടിയത്. അവൻ പേരെ ചരിത്രം മറക്കാൻ. 2015 പുറത്തിറങ്ങിയ എവിടെ സുബ്രഹ്മണ്യം എന്ന സിനിമയാണ് നാഗ് അശ്വിന്റെ ആദ്യ സംവിധാനം. 3 കോടി ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ സിനിമ 18 കോടിയോളമാണ് ബോക്സ് ഓഫീസിൽ നേടിയെടുത്തത്.